24 റൗണ്ടപ്പുമായി നമുക്കൊപ്പം ചേരുന്നു പ്രവിത ലക്ഷ്മി. ഗുഡ് മോർണിംഗ് പ്രവിത, ഓവർ ടു യു ഫോർ 24 റൗണ്ടപ്പ്. താങ്ക് യു എസ് കെ. എല്ലാ പ്രേക്ഷകർക്കും 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കാം. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന്റെ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നാക്കം നിൽക്കുന്ന 110 ജില്ലകൾക്ക് പ്രത്യേക പദ്ധതി നടപ്പാക്കും. കർഷകർക്ക് വിപണി കണ്ടെത്താൻ കൂടുതൽ അവസരം ലഭിക്കുന്ന തരത്തിൽ പരിഷ്കാരങ്ങൾ തുടരും. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി 2 കോടി കുടുംബങ്ങൾക്ക് 1 വർഷത്തിനുള്ളിൽ ശുദ്ധജലം ലഭ്യമാക്കും. മേക്ക് ഇൻ ഇന്ത്യയ്ക്കൊപ്പം മേക്ക് ഫോർ വേൾഡും രാജ്യത്തിന്റെ ലക്ഷ്യമാണ്. ലോകത്തിനു വേണ്ടി നമ്മൾ പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം. സ്വന്തം കാലിൽ നിൽക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചൈനയെ പരോക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുന്നവർക്ക് തിരിച്ചടി നൽകുന്ന ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. സാമ്രാജ്യ വിപുലീകരണത്തിന്റെ കാലം കഴിഞ്ഞു. 3 കോവിഡ് പ്രതിരോധ വാക്സിനുകൾ പരീക്ഷണ ഘട്ടത്തിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ ഇന്ത്യക്കാരിലേക്കും വാക്സിൻ എത്തുമെന്നും ഉറപ്പുവരുത്തും. നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷനിലൂടെ എല്ലാ ഇന്ത്യക്കാർക്കും ഹെൽത്ത്. രാജ്യത്ത് കോവിഡ് കേസുകൾ 25 ലക്ഷത്തിലേക്ക്. ഡൽഹിയിൽ രോഗബാധിതർ 1.5 ലക്ഷം കടന്നു. ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാളിന് കോവിഡ് സ്ഥിരീകരിച്ചു. പഞ്ചാബിൽ മുഴുവൻ നഗരങ്ങളിലേക്കും രാത്രി കർഫ്യൂ പ്രഖ്യാപിച്ചു. വൈഷ്ണോദേവി തീർത്ഥാടനം നിയന്ത്രണങ്ങളോടെ നാളെ ആരംഭിക്കുമെന്ന് ജമ്മു കാശ്മീർ ഭരണകൂടം വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 12,608 പോസിറ്റീവ് കേസുകളും 364 മരണവും റിപ്പോർട്ട് ചെയ്തു. ആന്ധ്രയിൽ 8,943 പുതിയ രോഗികൾ ഉണ്ട്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. എന്നാൽ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും സ്ഥിരതയിലാണ് എന്ന് കരസേന ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി. ചികിത്സയോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നതായി മകൻ അഭിജിത് മുഖർജി അറിയിച്ചു. തലച്ചോറിനുള്ളിൽ രക്തം കട്ടപിടിച്ചത് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രണബ് മുഖർജിയെ തിങ്കളാഴ്ച അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായി നടന്ന പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിതനായ ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. അച്ഛൻ MGM ആശുപത്രിയുടെ സുരക്ഷിത കരങ്ങളിലാണ് എന്നും മടങ്ങിവരുമെന്ന് മകൻ SPB ചരൺ വ്യക്തമാക്കി. തമിഴ്നാട് ആരോഗ്യമന്ത്രി ഡോക്ടർ C വിജയഭാസ്കർ ആരോഗ്യനില വിലയിരുത്തി. SPBയുടെ തിരിച്ചുവരവിനായുള്ള പ്രാർത്ഥനയിലാണ് സുഹൃത്തുക്കളും ആരാധകരും. பாலு சீக்கிரமாக எழுந்து வா, உனக்காக காத்திருக்கிறேன். நம்முடைய வாழ்வு வெறும் சினிமாவோடு முடிந்து போவதல்ல, சினிமாவோடு தொடங்கியதும் அல்ல. எங்கேயோ மேடை கச்சேரிகளில் நாம் ஒன்று சேர்ந்து ஆரம்பித்த அந்த இசை நிகழ்ச்சி, அந்த இசை நமது வாழ்வாகவும் நமக்கு முக்கியமான வாழ்வுக்கு ஆதாரமாகவும் அமைந்தது. തിരുവനന്തപുരം നഗരപരിധിയിൽ ഏർപ്പെടുത്തിയിരുന്ന ലോക്ഡൌൺ പിൻവലിച്ചു. എല്ലാ കടകൾക്കും രാവിലെ 7 മുതൽ വൈകിട്ട് 7 മണി വരെ തുറന്ന് പ്രവർത്തിക്കാം. ഹോട്ടലുകൾക്ക് രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ പാഴ്സൽ സർവീസ് നടത്താം. ഇളവുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ബാധകമായിരിക്കില്ല. 1 മാസത്തിലേറെ നീണ്ട അടച്ചിടലിന് ശേഷമാണ് തലസ്ഥാന നഗരിയിൽ നിയന്ത്രണങ്ങൾ നീക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും 50% ജീവനക്കാരെ വെച്ച് പ്രവർത്തിക്കാം. എറണാകുളം ജില്ലയിൽ സമ്പർക്ക രോഗബാധ വർദ്ധിക്കുകയാണ്. ഇന്നലെ സ്ഥിരീകരിച്ച 114 കേസിൽ 110 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. കർശന നിയന്ത്രണം തുടരുന്ന മട്ടാഞ്ചേരിയിൽ 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനടക്കം 12 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആയവന, കോട്ടപ്പടി, ചെല്ലാനം, നെല്ലിക്കുഴി തുടങ്ങിയ മേഖലകളിലും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആയവനയിൽ 10 പേർക്കും നെല്ലിക്കുഴിയിൽ 9 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7,63,056 2,13,41,885 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1,41,38,304 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. അമേരിക്കയിൽ ഇന്നലെ 1,120 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 1,71,535. 60,600 പുതിയ കേസുകളാണ് രാജ്യത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ബ്രസീലിൽ ഇന്നലെ 1,007 പേരാണ് മരിച്ചത്. 1,06,571 ആണ് രാജ്യത്തെ മരണസംഖ്യ. പ്രമുഖ ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 1:40 കോഴിക്കോട് വെച്ചായിരുന്നു അന്ത്യം. ബഷീർ, ഛായയും ഓർമ്മയും, MTയുടെ കാലം എന്നിവയാണ് രാജന്റെ പുസ്തകങ്ങൾ. മാതൃഭൂമി പത്രത്തിൽ ഇന്നലെ ആഴ്ചപ്പതിപ്പിൽ അനർഘ നിമിഷങ്ങൾ എന്നീ പംക്തികൾ കൈകാര്യം ചെയ്തു.
രാജസ്ഥാനിൽ ഭരണപ്രതിസന്ധി അവസാനിച്ചുവെങ്കിലും സച്ചിൻ പൈലറ്റ് നൽകേണ്ട പദവികൾ സംബന്ധിച്ച് ചർച്ചകൾ തുടരും. PCC അധ്യക്ഷ സ്ഥാനത്തിന് പകരം സച്ചിൻ പൈലറ്റിനെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് ഹൈക്കമാൻഡിന്റെ ആലോചന. വൈകാതെ ഈ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനം കൈക്കൊള്ളും. ഒരു മാസം മുൻപ് നടത്തിയ വിമത നീക്കത്തെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രി, PCC അധ്യക്ഷ പദവി എന്നിവ സച്ചിൻ പൈലറ്റിന് നഷ്ടമായത്. കൂടാതെ തിരിച്ചെത്തിയ MLA-മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാജസ്ഥാനിൽ മന്ത്രിസഭാ പുനഃസംഘടനയും വൈകാതെ ഉണ്ടാകും. കശ്മീർ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്ന് സൗദി അറേബ്യ. ഇതോടെ ഓർഗനൈസേഷൻസ് ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനെ ഇന്ത്യയ്ക്ക് എതിരാക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം പരാജയപ്പെട്ടു. പാകിസ്ഥാന്റെ കശ്മീർ അജണ്ടയ്ക്ക് കനത്ത തിരിച്ചടിയാണ് സൗദി അറേബ്യയുടെ നിലപാട്. പാകിസ്ഥാനുള്ള വായ്പയും എണ്ണയും നൽകില്ല എന്നും $1 ബില്യൺ വായ്പ തിരിച്ചടയ്ക്കണമെന്നും സൗദി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട മുൻ പെൺസുഹൃത്തിന്റെ ക്യാമ്പയിൻ ഇന്ന് രാവിലെ 10-ന് ഗ്ലോബൽ പ്രേയേഴ്സ് ഫോർ SSR എന്ന ഹാഷ്ടാഗിൽ കൈകൂപ്പി നിൽക്കുന്ന ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ നടി അങ്കിത ജനത്തോട് ആഹ്വാനം ചെയ്തു. അതേസമയം CBI അന്വേഷണ സംഘം സുശാന്തിന്റെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സൂചന. പട്ടയഭൂമിയിലെ അനധികൃത കെട്ടിട നിർമ്മാണ വിഷയത്തിൽ ഹൈക്കോടതിയുടെ അസാധാരണ ഇടപെടൽ. കൈവശാവകാശ സർട്ടിഫിക്കറ്റുകൾ പട്ടയഭൂമിയുടെ സ്വഭാവം വ്യക്തമാക്കണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കോടതി നിർദ്ദേശം നൽകി. നേരത്തെ ഈ നിർദ്ദേശം കോടതി സർക്കാരിന് നൽകിയിരുന്നുവെങ്കിലും അനുസരിക്കാതെ വന്നതോടെയാണ് ഉദ്യോഗസ്ഥർ വഴിയുള്ള ഇടപെടൽ. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു.